അയ്യോ ചതിച്ചല്ല ചേട്ടാ, ചതിച്ചേട്ടാ ചതിച്ച് ചേട്ടാ. ആ സെറ്റ് സാധനങ്ങളൊക്കെ നാളെ വരൂ കേട്ടാ. അപ്പോൾക്ക് ആ പഴയതൊക്കെ പിടിച്ച് നമുക്ക് അടുക്കള അതൊക്കെ എവിടെയെങ്കിലും ഇടാം. ആയിക്കോട്ടെ. നമ്മളെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴേ ഇത്തിരി വൃത്തിമേനക്കൊക്കെ വീട് എടുക്കട്ടെ, പുതിയതൊക്കെ പിടിച്ച് ഇവിടെ ഇടാം. 45,000 ലാഭമല്ലേ ഏട്ടാ? 45,000 രൂപക്ക് ലാഭമാണോന്ന്? അവൻ്റെ കട ആയതുകൊണ്ട്. വേറെ ഏതെങ്കിലും കടയാണെങ്കിലേ 5,000 രൂപ കൂടുതൽ കൊടുക്കണ്ടെന്നാണ്. നോക്കട്ടെ ഏട്ടാ. അയ്യോ ചതിച്ചല്ല ചേട്ടാ, ചതിച്ചേട്ടാ ചതിച്ച്. ആരാ വന്നേക്കണം? നിങ്ങളുടെ അച്ഛനെ കെട്ടിയെടുത്തേക്കണം. എൻ്റെ അച്ഛനാ? നീ പോയി വായലോർന്ന്. ഓ മുഖത്തിങ്ങനെ പോകുന്നില്ല, ഒതുക്കാണല്ലോ. നിങ്ങൾ വന്നേ, ഒരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നാളെ സെറ്റിങ് ടേബിളൊക്കെ പറഞ്ഞ കാര്യം അച്ഛനോട് പറയാൻ നിൽക്കരുതിട്ടാ. പിന്നെ നിങ്ങൾക്ക് പണിയുണ്ടോയെന്ന് ചോദിച്ചാലേ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി. എന്തിനു ഞാൻ അങ്ങനെ പറയണം? അച്ഛൻ പറഞ്ഞെന്തിനാണെന്ന് അറിഞ്ഞൂടെ? കാശ് വാങ്ങാനാണ്. എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ നിൽക്കണ്ടേട്ടാ. അഥവാ കൊടുത്താൽ തന്നെ 500 രൂപ കൂടുതൽ കൊടുക്കാൻ നിൽക്കണ്ട. പിന്നെ നമ്മുടെ പിള്ളേരെ കുഞ്ഞ് സ്കൂളിലാക്കിയെന്ന് പറഞ്ഞാൽ മതി. വലിയ സ്കൂളിലാണെന്ന് പറഞ്ഞാലേ നമ്മുടെ കാശുണ്ടെന്ന് വിചാരിക്കും. പറഞ്ഞത് മനസ്സിലായ? ഓർമ്മയുണ്ടല്ല? ഞാൻ അച്ഛൻ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും വിളമ്പിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, നിങ്ങളുടെ മനസ്സേ ഒന്നും ഇരിക്കൂല മനസ്സിൽ. അതാണ് മനസ്സിലായ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ല? ആ ഞാൻ തുറക്കാം. പിന്നൊരു കാര്യം, അതെ അച്ഛൻ ഇവിടെ എങ്ങാനും നിൽക്കാൻ പോവാണെങ്കിലേ നിർത്തണ്ടാട്ടാ. നമ്മുടെ എല്ലാ പ്ലാനും പൊള്ളും. ഓർമ്മയുണ്ടല്ല? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചാൽ മതി. ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യം? ആ അച്ഛനാ? വായോ വായോ ചേട്ടാ, എൻ്റെ അച്ഛൻ വന്നേക്കണു. വാ. ആ അച്ഛനാ? ഇരിക്കച്ചാ. ഇരിക്കടാ, നീ എന്താ ഇങ്ങനെ നിക്കണ? വേണ്ട അച്ഛാ, ഞാനിവിടെ നിന്നോളാം. പഴയ കാലമൊന്നുമല്ല ഇപ്പൊ, അങ്ങനെയൊന്നുമില്ല. ഈ ആ കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കുക. എടാ, ഇവിടെ നല്ല സെറ്റിങ് കസേരകളൊന്നും ഇല്ലേ? ഇവിടെ 3-4 പഴയ കസേരകളൊക്കെ കാണുള്ളൂ. അല്ല ജോലിയൊന്നും ഇല്ലേ നിനക്ക്? ജോലിയൊന്നും ഇല്ല അച്ഛാ. നോക്കിക്കൊണ്ടിരിക്കണം അച്ഛാ, ഇപ്പൊ ഒന്നുമില്ല. മക്കളൊക്കെ എന്തേ? അവരൊക്കെ സ്കൂളിൽ പോയേക്കണം അച്ഛാ. എവിടെ? ഇവിടെ അടുത്തൊരു ഗവൺമെന്റ് സ്കൂളിലാണ്. വലിയ സ്കൂളിലൊന്നും ചേർത്താനും നമ്മുടെ പൈസ ഒന്നും ഇല്ലല്ലോ അച്ഛാ. അതുകൊണ്ട് ഞാനിവിടെ അടുത്ത് ഗവൺമെന്റ് സ്കൂളിലാണ് ചേർത്തേക്കണം. നിനക്ക് വിളിക്കും മക്കളെയും കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ട് വന്നൂടെ? ഞങ്ങൾക്കാണെങ്കിൽ സുഖമില്ലാണ്ടിരിക്കുക. എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട്. 1 വർഷം മുമ്പ് ആ സുധയുടെ കല്യാണത്തിന് വന്നപ്പോൾ നിങ്ങളെല്ലാവരെയും കണ്ടതാണ്. പിന്നെ ഞാനിപ്പോൾ എഴിഞ്ഞ് വലിഞ്ഞ് ഇവിടെ എത്തിയിട്ട് നിങ്ങളെ കാണും. എനിക്കാണെങ്കിൽ സുഖമില്ല യാത്ര ചെയ്യാനായിട്ട്. നീ ഈ വീടൊക്കെ മേടിച്ച നേരം കൊണ്ട് നമ്മുടെ അവിടെ വന്ന് താമസിച്ചൂടെ? അവിടെ അത്യാവശ്യം താമസിക്കാനുള്ള സൗകര്യമുള്ള വീടാണ്. പിന്നെ പഴയതാണ്. ഇനിയിപ്പോൾ അതല്ല, അത് പൊളിച്ച് കളഞ്ഞ് ഒരു നല്ലൊരു വീട് പണിയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നീ ജനിച്ചു വളർന്ന നാടല്ലേ അച്ഛാ. അതിന് ഈ വീട് എൻ്റെ സ്വന്തമല്ല. ഞാൻ ഇത് വാടകയാണ് അല്ലേ മഞ്ജു? പിന്നെ എനിക്ക് ജോലിയൊക്കെ നോക്കാനായിട്ട് ഇവിടെ ടൗൺ അടുത്തല്ലേ, പിള്ളേരെ സ്കൂളും അടുത്താണ്. അതുകൊണ്ട് ഞാനിവിടെ അങ്ങോട്ട് സെറ്റായി അച്ഛാ. അത് കുഴപ്പമില്ല അല്ലേ മഞ്ജു? അല്ല മോനെ, നിങ്ങളുടെ പൈസ വല്ലതും ഇരിക്കണ്ട? പൈസ പണിയൊന്നും ഇല്ല ചേനി. എത്ര നാളായിന്നറിയോ ചേട്ടന് പണി ഉണ്ടായിട്ട്? പിള്ളേരെ സ്കൂളിലാക്കാനായിട്ടുള്ളതും പൈസ ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിച്ചതാണ്. ഈ വീടിൻ്റെ വാടകയും കൊടുത്തിട്ടില്ല. അച്ഛൻ തന്നെ കണ്ടതല്ലേ കയറി വന്നപ്പോൾ. ഇരിക്കാനാണെങ്കിൽ ഒരു കസേര പോലും മര്യാദക്കുള്ളതില്ല. എങ്ങനെയാണ് ഇങ്ങനെ പണി ഉണ്ടായിട്ട്? ഒരുപാട് നാളായി. ഞാനേ കുറച്ച് പൈസ ഉണ്ട്. 1.5 ലക്ഷം രൂപയുണ്ട്. 1.5 ലക്ഷം രൂപയെ? നമ്മുടെ അവിടെ ഉണ്ടായ ആ ആടിനെയും പശുവിനെയൊക്കെ ഞാൻ വിറ്റ് 2 എണ്ണത്തിനോട് നിർത്തിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ വിറ്റ്. ഞങ്ങൾക്ക് എങ്ങനെ നോക്കാനാണ് ഇനി? അപ്പോൾ ഇത്തിരി കടം എനിക്കുണ്ട്. ആ കടമൊക്കെ വീട്ടി ബാക്കിയുള്ള കാശ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. 1.5 ലക്ഷം രൂപയുണ്ട്.
ഞങ്ങൾക്ക് പിന്നെ വേറെ ആർക്ക് കൊടുക്കാനും? നിങ്ങൾക്കല്ലേ തരാനുള്ളൂ. കൊടുക്കാനും മേടിക്കാനും എല്ലാത്തിനും നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് രണ്ടാക്കും ഒരു ഷർട്ടും ഒരു ചുരിദാറും മേടിച്ച് എൻ്റെ രീതിയിൽ മേടിച്ചതാണ്. നിങ്ങൾക്കത് ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളത് ഇഷ്ടമായില്ലെങ്കിൽ ആ കട, നിങ്ങളുടെ ഈ ജംഗ്ഷനിലുള്ള കടയിൽ അവിടെ പോയിട്ട് അത് മാറ്റിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പിള്ളേർക്ക് പിന്നെ നമുക്ക് അളവ് വെച്ച് മേടിച്ച് കൊടുക്കാം. എന്നാലേ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. അച്ഛന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നാളെ പോയാൽ പോരെ? വയ്യാത്തല്ലേ അച്ഛന്? വേണ്ട പോളെ, ഞാൻ ഇറങ്ങട്ടെ. ഇപ്പോൾ പോയാലോ ബസ് കറക്റ്റ് ടൈമിന് കിട്ടും. പിള്ളേരൊട്ട് കാണാൻ പറ്റിയില്ല. പിള്ളേരൊന്ന് കണ്ടിട്ട് പോകണമെന്നുണ്ടായി. അച്ഛൻ ഇറങ്ങട്ടെ. മക്കളെ, അമ്മക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. സ്കൂളില്ലാത്ത ദിവസം നോക്കി 2 ദിവസം നിങ്ങളെല്ലാവരും കൂടെ വന്ന് നിൽക്കുക. ഞങ്ങൾക്കതൊരു വലിയ ആശ്വാസമായിരിക്കും. ശരി.